തുളസിയില നമുക്ക് വളരെ സുപരിചിതമാണ്. നമുക്ക് പ്രത്യേകിച്ച് മലയാളികളിൽ എല്ലാ വീടുകളിലും ഒരു തുളസിത്തറ ഉണ്ടായിരിക്കും. ഇതിന് ഔഷധ ഗുണങ്ങളുണ്ട്, ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കാനായിട്ട് ആവശ്യമുണ്ട്, അതുപോലെ പലതരം എണ്ണകൾ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല പൂജാതി കർമ്മങ്ങൾക്കും കൂടി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇന്ന് പ്രത്യേകമായിട്ട് വിഷജന്തുക്കൾ, കീടങ്ങൾ, പ്രാണികൾ, അതുപോലെ ഊറാമ്പലി വിഷം, ചിലന്തി വിഷം, അത്തരം അവസ്ഥയിലൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് തുളസിയെ പറ്റി ഒരു ലഘു വിവരണം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 3-4 തരത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് 2 രീതിയിൽ തരംതിരിക്കാം. കൃഷ്ണ തുളസിയും രാമ തുളസിയും. അല്ലെങ്കിൽ കൃഷ്ണ തുളസീനെ കറുത്ത തുളസി എന്ന് വിളിക്കുന്നു, രാമ തുളസീനെ വെളുത്ത തുളസി എന്ന് വിളിക്കുന്നു. ഈ 2 തരം നമുക്ക് വളരെയധികം സുലഭമായിട്ട് കേരളത്തിലെ വീടുകളിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഒസിമം സാങ്ക്ടം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, അതുപോലെ ഫാമിലി നെയിം ലാമിയേസെ ഫാമിലിയാണ്. പിന്നെ ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇത് ജ്വരക്കന ഔഷധങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതായത് പനി ഉണ്ടാകുമ്പോൾ അത് ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശരീരത്തിൽ എന്ത് വിഷാംശം കൊണ്ടോ ഇൻഫെക്ഷൻ കൊണ്ടോ രോഗാവസ്ഥകൾ ഉണ്ടായാലേ അതിന്റെ കൂടെ പനി ഉണ്ടാകാറുണ്ടല്ലോ പതിവായിട്ട്. അപ്പൊ ആ ജ്വരത്തില് ഇത് ഉപയോഗിക്കാം. അതാണ് ഇതുകൊണ്ട് അർത്ഥാക്കിയേക്കണം. പിന്നെ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ തുളസി അല്ലെങ്കിൽ തുളസിക്ക് സമാനമായ പേരുകൾ ഇട്ട് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അതിന് സംസ്കൃതത്തിൽ പല സിനോണിംസ് ഉണ്ടെങ്കിലും സുരസ എന്നുള്ള പേരും കൂടെ ഉണ്ട്. സുരസാദി വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 1/2 മീറ്റർ വരെ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഔഷധ ഉപയോഗങ്ങൾക്കായിട്ട് ഇതിന്റെ ഇലയിന്നും വിത്തുന്നും ഒക്കെ ഒരു എസൻസ് വാറ്റിയെടുക്കുന്നുണ്ട്. അതും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയാണെങ്കിൽ കഷായ കടു തിക്തരസത്തോട് കൂടിയതാണ്. കഷായരസം, കടുരസം, തിക്തരസം. ലഘുരൂക്ഷ ഗുണമാണ്, ഉഷ്ണവീര്യമാണ്, അതുപോലെ കടു വിഭാഗമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടി. ഇതിന്റെ ഇലയും പൂവും സമൂലമായിട്ടും ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി ഇതിന്റെ ചില ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ പനി ഇല്ലാതാക്കും, പനിയെ ശമിപ്പിക്കുന്നു പറഞ്ഞല്ലോ. അതുപോലെ ഉദരകൃമി, വയറ്റിലുണ്ടാവുന്ന വിരശല്യം ഇല്ലാതാക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യുക, അതുവഴി രുചി വർദ്ധിപ്പിക്കുക, അതിന് സഹായകരമാവുന്നു. കാരണം ഇതിന്റെ ഈ രസഗുണവീര്യ വിഭാഗങ്ങൾ പറഞ്ഞല്ലോ, ഉഷ്ണവീര്യവും കടുവിഭാഗം ഒക്കെ ആയതുകൊണ്ട് അഗ്നിമാദിത്യം ഇല്ലാതാക്കുന്നു, നല്ല ദഹനശക്തി വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ഈ രുചി ഉണ്ടാവുന്നത്. അഗ്നിബലം കൂട്ടും, ഡൈജസ്റ്റീവ് പവറും കൂട്ടുന്നർത്ഥം. പിന്നെ അതുപോലെ പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ചിലന്തി വിഷം. പലതരം കീടങ്ങളും പ്രാണികളും ഒക്കെ കടിച്ചുണ്ടാവുന്ന ആ കടച്ചിലും നീറ്റിലും കുരുക്കളും ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ ഇല്ലാതാക്കുന്നതിനും സഹായകരമാവുന്നു. അതായത് വിഷഹരത്വം ഉണ്ടെന്ന് പനിയും ശമിപ്പിക്കുന്നുണ്ട്. പല രീതിയിൽ ഇൻഫെക്ഷൻ കൊണ്ടും വൈറസ് കൊണ്ടും ഒക്കെ പല രീതിയിൽ പനിക്കോളുണ്ടാവുമ്പോഴേ നിങ്ങൾ മറ്റു മരുന്നൊന്നും പെട്ടെന്ന് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയില, കൃഷ്ണ തുളസിയായാൽ കുറച്ചും കൂടി, കറുത്ത തുളസിയിലായാൽ കുറച്ചും കൂടി നന്നായി. അത് ഇടിച്ചു പിഴിഞ്ഞ നീര് ഏകദേശം ഒരു 10 മില്ലി വരെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്ത കേമായി, അല്പം തേനും കൂടെ ചേർത്ത് നന്നായിട്ട് ചാലിച്ചിട്ട് അതൊരു 3-4 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കനായിട്ടുള്ള ആഹാരം ഒന്നും കഴിക്കേണ്ട പനിക്കോളുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊടിയിരിക്കഞ്ഞിയും ചുട്ട പപ്പടമൊക്കെ മതി. അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ തുളസിയില നീര് 1 ടീസ്പൂൺ എടുത്തോ, വലിയ സ്പൂൺ കൊണ്ട് 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് അല്പം തേനും ഈ സ്വരസം എടുക്കുന്നതിന്റെ പകുതി തേൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ചാലിച്ചിട്ട് അങ്ങനെ ഒരു 4 പ്രാവശ്യം, ഒരു 6 മണിക്കൂർ ഇടവിട്ട് അങ്ങോട്ട് കഴിക്കുന്നത് ഈ പനിയുടെ ജ്വരം പൂർണ്ണമായിട്ട് മാറുമെന്ന് അറിയില്ല, അതിന്റെ കനം കുറയുന്നതിന്. ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ പനി വിട്ടു പോകാനായിട്ട് സാധ്യത. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോവിഡ് വന്ന് മാറിയതിനു ശേഷം പലർക്കും ഇങ്ങനെ ഇരുമല്, കഫക്കെട്ട്, കിതപ്പ്, ചുമ, തുമ്മല്, മൂക്കടപ്പ്, ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് വീട്ടുമുറ്റത്ത് തുളസിയില നിൽക്കണതല്ലേ, അത് ഇടിച്ചു പിഴിഞ്ഞ നീര് ഓരോ ടീസ്പൂൺ ഈ പറഞ്ഞ മാതിരി അല്പം തേനും കൂടെ ചേർത്തിട്ട് പതിവായിട്ട് ഒരു 3-5 നേരം അങ്ങോട്ട് കഴിച്ചോ. അപ്പൊ ഈ കഫക്കെട്ടിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു വരുന്നതിന് സഹായിക്കും. കാരണം എന്താ, ഇത് ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്, ലഘുരൂക്ഷ ഗുണങ്ങൾ ചേർന്നാണ്. അപ്പൊ അഗ്നിമാന്ദ്യം ഇല്ലാതാക്കുന്നു, കഫത്തെ ഇല്ലാതാക്കുന്നു, അതുപോലെ പിത്തത വർദ്ധിപ്പിക്കും, അഗ്നി ദീപിപ്പിക്കും. അപ്പൊ പനീനെയും ക്ഷീണത്തിനെയും തളർച്ചേനെയും ഒക്കെ ഇല്ലാതാക്കുന്ന അർത്ഥം. കഫത്തെ ക്ഷയിപ്പിക്കുമ്പോൾ ആമാവസ്ഥ ഇല്ലാതാവല്ലോ. അങ്ങനെയാണ് ഈ ജ്വരത്തിനെയൊക്കെ ശമിപ്പിക്കുന്നതെന്ന് അർത്ഥം. ഇനി പനിക്കോളുള്ള സമയത്ത് ഉഷ്ണോദകപാനം നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചൂടുള്ള വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് 1 പിടി തുളസിയില ചതച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക, വെട്ടി തിളപ്പിക്കുക. ഒരു 15-20 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ചണ്ടി അങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അത് ഫ്ലാസ്കിൽ വെക്കുക. എന്നിട്ട് അത് ചൂടോടെ പലവട്ടായിട്ട് കുറച്ച് കുടിച്ചാൽ ഈ പനി കുറഞ്ഞു വരുന്നതിന്, വിശപ്പുണ്ടാവുന്നതിന്, ക്ഷീണം കുറയുന്നതിനൊക്കെ സഹായകരവും. നേരത്തെ പറഞ്ഞില്ല, എന്തെങ്കിലും കൃമികീടങ്ങളൊക്കെ കടിച്ചിട്ട്, പ്രാണികളൊക്കെ കടിച്ചിട്ട് അവിടെ ചോന്ന് തടിച്ച് കുരുക്കൾ വരെ, ചൊറിച്ചിലുണ്ടാവുക, പുകച്ചിലുണ്ടാവുക, അതല്ലെങ്കിൽ ചിലന്തി വിഷം, ഊറാമ്പലി വിഷം, ഇതൊക്കെ പറ്റിയിട്ടുള്ള അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 പിടി തുളസിയില അങ്ങോട്ട് പറിച്ചെടുക്കുക. ഒരു കഷ്ണം പച്ചമഞ്ഞളും 1 പിടി ആര്യവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. വെണ്ണ പോലെ അരച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ പ്രാണികൾ കടിച്ച് അതിന്റെ ചുറ്റും ചെറിയ കുരുക്കളും ചുവന്ന് തടിച്ചിങ്ങനെ വരില്ലേ, അത് മൊത്തം കവർ ചെയ്തിട്ട് കൂടെ പെരട്ടി കൊടുക്കുക. അത് പെരട്ടി വലിഞ്ഞാൽ തേച്ച് തിരുമ്മി പിരിച്ചു കളയാന്ന് പറയും. അതായത് പെരട്ടിട്ട് അതിങ്ങനെ വലിഞ്ഞു വരുമ്പോൾ അതൊന്ന് പിരിച്ചു കളയാൻ വീണ്ടും അങ്ങനെ അരച്ച് പെരട്ടുക. അങ്ങനെ കൂടെ തോരെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതങ്ങോട്ട് മാറിപ്പോക്കോളും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കടച്ചിലും നീറ്റിലൊക്കെ മാറിക്കിട്ടാനും സഹായകരവും. അതിന്റെ കൂടെ പനി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ രസം ഉള്ളിലേക്കും കഴിക്കാം, ഇത് ചതച്ചിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയും ചെയ്യാം. അപ്പൊ 2 ദിവസം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും. ഇനി ഇങ്ങനെ കീടങ്ങൾ കടിച്ചിട്ട് അവിടെ പനിയുണ്ട്, ചുട്ടുനീറ്റുണ്ട്, കുരുക്കളുണ്ട്, നീരും വീക്കവും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ തുളസിയില എടുക്കുക, പച്ചമഞ്ഞളും എടുക്കുക, ആര്യവേപ്പിലും എടുക്കുക, അല്ലെങ്കിൽ അല്പം തഴുതായ്മയുടെ ഇല, പുനർനവ, തഴുതാമ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല ഭാഗത്ത് പല ഭാഷയാണ്. ഇതിന്റെ ഇലയും കൂടെ ചേർത്തരയ്ക്കുക. അപ്പൊ ആ നീർക്കെട്ട് പറ്റുന്നതിനും കൂടി സഹായകരവും. എന്നിട്ട് നന്നായിട്ട് പെരട്ടി അത് വലിഞ്ഞു വരുമ്പോൾ തിരുമ്മി പിരിച്ചു കളയാം. എന്നിട്ട് വീണ്ടും തോരെ പുരട്ടാന്നാണ്. ഓക്കെ, അപ്പൊ ആ കടച്ചിലും നീറ്റിലും നീരും വീക്കും ഒക്കെ കുറയാനായിട്ട് സഹായകരം. ചിലർക്ക്
ചിലർക്ക് ഈ ഫുഡ് പോയ്സൺ എന്ന് പറയും, അതായത് ദഹന തകരാറ് ഉള്ളത് കൊണ്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ലൂസ് മോഷൻ ഉണ്ടാവുക, ചിലപ്പോൾ ഛർദിയും വയറിളക്കവും ഉണ്ടാവും, കൂടെ പനിയും ഉണ്ടാവും. ഈ അവസ്ഥയിലൊക്കെ ഇതിന്റെ തുളസിയിൽ ഇടിച്ചു പിഴിഞ്ഞ് നീരുണ്ടല്ലോ, ഒരു ടേബിൾ സ്പൂൺ എടുക്കാം, അതൊരു 15 മില്ലി വീതം 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കഴിക്കുക. അപ്പൊ ആ ഛർദി മോക്കാനൊക്കെ നിൽക്കുന്നതിന് ഇതെന്താ കാരണം? ഇതിന് ഉഷ്ണവീര്യമാണ്, കടുവിഭാഗമാണ്, ലഘുതീക്ഷ്ണ ഗുണങ്ങളുണ്ട്. അപ്പൊ അഗ്നിതീറ്റി ഉണ്ടാകുന്നു, കഫത്തെ ക്ഷയിപ്പിക്കുന്നു, അതന്നെ കാര്യം. അപ്പൊ ആമപാചനമൊക്കെ നടക്കുമ്പോൾ ആ ലൂസ് മോഷനും നിൽക്കും, ഛർദി നിൽക്കും, പനിക്കോളും മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന് കുറച്ച് കൂടുതൽ അളവിൽ എടുക്കണം, ഒരു 15 മില്ലിയോളം എടുക്കണം. അത് 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കഴിച്ചു. ഓക്കെ, അപ്പൊ ഈ പനിയും വയറിളക്കവും ഛർദിയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരവും. മുൻപ് കാലത്തൊക്കെ വൈദ്യന്മാര് മരുന്നുകൾ എഴുതി കൊടുത്ത് സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് കഷായമൊക്കെ വെച്ചിരുന്ന ഒരു കാലത്തുണ്ടല്ലോ, അതായത് തുടർച്ചയായിട്ട് മൂക്കടപ്പ് മൂക്കൊലിപ്പൊക്കെ വരുന്ന രോഗികൾക്ക് ഈ തുളസിയില അതിന്റെ ഇലയും വിത്തും ഒക്കെ കൂടി നിഴലിട്ട് ഉണക്കി പൊടിച്ച് അരിച്ചെടുത്ത് വെക്കും. നന്നായിട്ട് ശീലപ്പൊടി ആക്കി എടുക്കാന്ന് പറയും. അങ്ങനെ അരിച്ചെടുത്തത് ഓരോ നുള്ളു വീതം ദിവസേന മൂക്കിൽ വലിച്ചാല് ഈ പീനസം, അതായത് എപ്പോഴും മൂക്കുവാർച്ച, മൂക്കൊലിപ്പും മൂക്കടപ്പും ഒക്കെ ഉള്ളവർക്ക് ആശ്വാസം കിട്ടുന്നതിന് സഹായകരാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലും ഇത് ഉപയോഗിച്ചു വന്നിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ ഈ ചിലന്തി വിഷം, അപ്പൊ അതായത് ഈ എട്ടുകാലി വിഷം, മൂറാമ്പലി വിഷം, അതിങ്ങനെ അരിച്ചെടുത്തൊക്കെ ഇങ്ങനെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ചൊറിയാമ്പുഴൊക്കെ അരിച്ചിട്ട് ഇങ്ങനെ ചോന്ന് തടിച്ചു വരും. അവിടെ നമുക്ക് ഇനിയിപ്പോ ആര്യവേപ്പിലൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ പച്ചമഞ്ഞൾ അടുക്കളയിൽ ഉണ്ടാവല്ലോ, ആ പച്ചമഞ്ഞളും തുളസിയിലും കൂടെ അരച്ചു പുരട്ടിയാലും ഇതിന് ശമനം കിട്ടും. തലയിലൊക്കെ ചെറുങ്ങനെ ഒറ്റ പോലെ വരിക, ചൊറിച്ചിലും കുരുക്കളൊക്കെ ഉണ്ടാവുക, ധാരാളം പെയിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ തുളസി സ്വരസാദി വെളിച്ചെണ്ണ നിശ്ചയിക്കാറുണ്ട്. ഇത് മാത്രമായിട്ട് കാര്യം ഉണ്ടാവില്ല, അതിന്റെ ഉള്ളിലേക്കും മരുന്നുകൾ വേണ്ടി വരും. പക്ഷെ ഈ തുളസി സ്വരസാദി വെളിച്ചെണ്ണ കാച്ചാനായിട്ട് നമ്മൾ ഈ തുളസിയിലാണ് കൂടുതലായി സ്വരസത്തിന് എടുക്കണമെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് ഈ തുളസി സ്വരസാദി വെളിച്ചെണ്ണ തലയിലെ പെയിൻ ഒക്കെ പോകുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതുപോലെ തുളസിയില വീട്ടിലുണ്ടെങ്കിൽ അതൊരു 1-2 പിടി പറിച്ചെടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് കിടക്കാൻ നേരത്തെ ആ പില്ലോയില് വെതറിയിടുക, അല്ലെങ്കിൽ തലവണയുടെ ഉള്ളിൽ തിരികെ വെക്കാം. അപ്പോ ഈ തലയിൽ നിന്ന് പെയിൻ ഇറങ്ങി പോകുന്നതിന് സഹായകരമാവുന്നു എന്ന് പറയപ്പെടും. ഇങ്ങനെ ഒട്ടനവധി ഉപയോഗങ്ങൾ. ഇനി നമുക്ക് തുളസിയില കൊണ്ട് ഒരുപാട് യോഗങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമുക്ക് വില്ലുവാതി ഗുളിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞപ്പോ വില്ലുവാതി ഗുളി അരച്ചെടുക്കാനായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ കുരുക്കളും തടിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അത് പൊട്ടി പോകുന്നതിന് അല്ലെങ്കിൽ ചുങ്ങി പോകുന്നതിനൊക്കെ ആയിട്ട് തുളസിയിലയിൽ വില്ലുവാതി ഗുളി അരച്ചിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ നമുക്ക് ലിങ്ക് ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. എല്ലാം കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ സീവർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആരോഗ്യം.